जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदनंदना जय व्रजजनरंजना जय यशोदनंदना जय व्रजजनरंजना जय यमुनातीरवनचारी जय कुंज बिहारी जय यमुनातीरवनचारी जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे श्री श्री मंगलाचरणम नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भागवते उत्तम श्लोके भक्तिर्भवति नैष्टगे मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् श्री गुरुं दीनतारिणं श्री चैतन्य ईश्वरम् ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः श्री चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजन सहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सहगण ललिता श्री विशाखानिदांश्च हे कृष्ण करुणा सिंधो दीनबंधो जगत्पदे गोपेशा गोपिका कांदा राधा कांदा नमस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम तत्सत् ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം, സൈന്യവിന്യാസം, അച്ചതുരംഗ സേന എങ്ങനെയായിരുന്നു, ആരൊക്കെയാണ് പടനായകന്മാര്, സൈന്യാധിപന്മാര്, ആരാണ് സർവ്വസൈന്യാധിപൻ, ഉപസൈന്യാധിപൻ, എന്തൊക്കെയാണ് ഇതിന്റെ ഘടന,
ചമു, അക്ഷൗഹിണി, അനീകിനി, തരംഗിണി, അതിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. സാഹചര്യം എന്താണെന്ന് മനസ്സിലായി, കുരുക്ഷേത്രം എവിടെയാണെന്ന് മനസ്സിലാക്കി, ഭഗവത്ഗീതയെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണയിൽ എത്തിച്ചേർന്നു. അതിനുശേഷം ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലേക്ക് പ്രവേശിച്ചു. തന്റെ ബന്ധുമിത്രാദികളെയെല്ലാം കണ്ട് മമത്വബോധത്താൽ ആവേശിതനായിട്ട് സമ്മോഹം, വ്യാമോഹം തുടങ്ങിയിട്ടുള്ള പരമമായിട്ടുള്ള കൃപ, ദയ, കാരുണ്യം ഇതെല്ലാം അറിയാതെ തന്നെ തന്നിൽ ആവേശിച്ച അർജുനൻ വികാരഭരിതനായിട്ട് തീർന്നു. എങ്ങനെയാണ് തന്റെ ബന്ധുമിത്രാദികളെ വധിക്കുക, ഗുരുജനങ്ങളെ വധിക്കുക, അവരെ ഉപദ്രവിക്കുക? അഹിംസ പരമോധർമ്മ എന്നാണ് നമ്മുടെ ആപ്തവാക്യം. എങ്ങനെയാണ് ഇതിൽ കവിഞ്ഞ് ഞാൻ ഈ ധർമ്മയുദ്ധത്തിൽ ഏർപ്പെടുക എന്നെല്ലാം ആശങ്കാകുലനായി തീർന്നു. അങ്ങനെ തന്റെ ഗാണ്ഡീവവും തന്റെ അസ്ത്രവും വില്ലും എല്ലാം ഉപേക്ഷിച്ചു നിൽക്കുന്ന ഒരു അർജുനനെയാണ് ഒന്നാം അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ഭഗവാൻ ഇത് മനസ്സിലാക്കിയിട്ട് സ്വധർമാചരണത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആദ്യം 2 അടി കൊടുത്തു. നിനക്കിതൊന്നും സ്വർഗലോക പ്രാപ്തിക്കോ അല്ലെങ്കിൽ പേരും പ്രശസ്തിക്കുമല്ല തടസ്സമായിട്ട് നിൽക്കും. മാത്രമല്ല സ്വധർമാചരണം തന്നെയാണ് മോക്ഷപ്രാപ്തി, നല്ലപോലെ ആചരിച്ച് അനുഷ്ഠിക്കണം എന്നെല്ലാം പറഞ്ഞ് പ്രവൃത്തി, നിവൃത്തി എന്നീ കാര്യങ്ങളെയെല്ലാം വിശദീകരിക്കുന്ന പരമലക്ഷ്യത്തെ ആദ്യം ഉപദേശിച്ചു. ആത്മാവ്, അനാത്മാവ്, അതായത് ഭൗതിക ശരീരം, ദേഹം, ദേഹി, ശരീരം, ശരീരി, അങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ചും ആത്മാവ് അല്ലാത്ത വസ്തുക്കളെ കുറിച്ചിട്ടുള്ള നല്ലപോലെ നിരൂപണം ചെയ്ത് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. അർജുന, നിന്റെ പരമലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്, പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷമാണ് നിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നീ സ്വധർമ്മത്തെ ആചരിക്കൂ എന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം പിന്നെ കർമ്മയോഗത്തെ കുറിച്ചിട്ട് അദ്ദേഹം വിസ്തരിച്ചു. ഭക്തിയോഗം, ധ്യാനയോഗം, ഹഠയോഗം, ഇങ്ങനെയെല്ലാത്തിനും എല്ലാം കുറേശ്ശെ വിസ്തരിച്ചിട്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണമെല്ലാം പറഞ്ഞു ഉപസംഹരിച്ചു. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഇനി നാം കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീത സംഗ്രഹം, അതായത് ഭഗവത്ഗീതയില് പോകുന്ന കാര്യങ്ങളെല്ലാം, വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അല്പാൽപമായിട്ട് വിശദീകരിച്ചിട്ട് അവിടെ ഉപസംഹരിച്ചു, സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞിട്ട്. ഇതെല്ലാം കേട്ട അർജുനന് വളരെ സംശയമായി. 1-ാം അധ്യായത്തിൽ കണ്ട അർജുനനെ അല്ല നമ്മൾ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും കാണാൻ പോകുന്നത്. കാരണം ഭഗവാനില് അല്പാൽപം വിശ്വാസം വന്നു തുടങ്ങി. താൻ പറഞ്ഞതെല്ലാം വിഡ്ഢിത്തരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നി തുടങ്ങി. ആ ബ്രഹ്മജ്ഞാനത്തിന് താൻ അർഹനാണെന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായി. അതാതോ ബ്രഹ്മജിജ്ഞാസ, ജിജ്ഞാസുവായി. അതാണ് എല്ലാവർക്കും വേണ്ടത്. നാം വെറുതെ ക്ലാസ് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ കീർത്തനം ചെയ്തത് കൊണ്ടോ അമ്പലത്തിൽ പോയിട്ട് കുറെ പ്രസാദം കഴിച്ചത് കൊണ്ടോ മാത്രമായില്ല. നാം ആ മോക്ഷപ്രാപ്തിക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ശ്രേയസിന് ഉതകുന്ന ആത്മജ്ഞാനത്തിന് ഞാൻ അർഹനാണോ, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ജിജ്ഞാസുവായിട്ട് ത്വര നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതാണ് ഈ ക്ലാസ്സുകളുടെ എല്ലാ ഉദ്ദേശം. ഇത് അർജുനനുണ്ടായി. തന്റെ സുഹൃത്തായിട്ടുള്ള, തന്റെ ഗുരുവായിട്ട് താൻ കാണുന്ന ശ്രീകൃഷ്ണനിൽ പതുക്കെ വിശ്വാസം, പൂർണ്ണ വിശ്വാസം, ദൃഢവിശ്വാസം ഉണ്ടായി. അർജുനന് എന്തും ചോദിക്കാനുള്ള അവകാശമുണ്ടായി. അദ്ദേഹം ഗോവിന്ദനോട് ചോദിച്ചു, അല്ലയോ ഗോവിന്ദ, ജായസി ചേത് കർമ്മണസേ മധാ ബുദ്ധിർ ജനാർദ്ദന തത്തിം കർമ്മണി ഘോരേമാം നിയോജയസി കേശവ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും ചോദിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് വേദവ്യാസ മഹർഷി അർജുനനെ കൊണ്ട് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞുല്ലോ കേശവ, ബുദ്ധിയാണ്, ബുദ്ധിജ്ഞാനമാണ്, ഭക്തിയോഗമാണ് അല്ലെങ്കിൽ നൈഷ്കർമ്മ്യമാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അങ്ങ് തന്നെ പറയുന്നു യുദ്ധം ചെയ്യാൻ. അതും സാധാരണ കർമ്മമാണോ ചെയ്യാൻ പറയുന്നത്? അല്ല, ഘോരകർമ്മം. യുദ്ധത്തിനേക്കാളും വലിയ ഘോരകർമ്മം ലോകത്തിലില്ല. അങ്ങ് പറയുന്നു കർമ്മമൊന്നും ചെയ്യാതെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം നിയന്ത്രിച്ച് ഇങ്ങനെ ലോകത്തില് അകാമിയായിട്ട് കഴിഞ്ഞുകൂടുക, അതാണ് ശ്രേയസ്സിന് നല്ലത്. അല്ലാതെ വേദങ്ങളിലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന കർമ്മകാണ്ഡം അനുസരിച്ച് ജീവിതം നയിക്കുകയാണെങ്കിൽ വാസനകൾ വരും. വാസനകൾ പൂർത്തീകരിക്കാനായിട്ട് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. ഈ വാസനകളും പൂർത്തീകരിക്കണം, അടുത്ത ജന്മത്തിൽ ഉണ്ടാകുന്ന വാസനകളും പൂർത്തീകരിക്കണം. അങ്ങനെ ജന്മം, മൃത്യു, ജര, നര, വ്യാധികള്, വീണ്ടും മരണം, വീണ്ടും ജന്മം, പുനരഭിജനനം, പുനരഭിമരണം, ഇങ്ങനെ ഈ സംസാര ചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങ് കൃത്യമായിട്ട്, ഞാൻ ശ്രേയസ്സാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. തത് ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹിതം മേ ശിഷ്യതേ അഹം ഷാദിമാം ത്വാം പ്രപന്നം. 2-ാം അധ്യായത്തിൽ നാം കണ്ടു,
ഞാൻ കൃപണനാണ്, എനിക്ക് ശരിയേത് തെറ്റേതെന്ന് അറിയുന്നില്ല, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്റെ ശ്രേയസ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമപദപ്രാപ്തി, ഗോലോകപ്രാപ്തി, വൈകുണ്ഠപ്രാപ്തി. പ്രേയസ് എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്, വീട്, അങ്ങനെയുള്ള ഈ ലോകത്തിലുള്ള ഭൗതിക വസ്തുക്കളെ ലഭിക്കലും. ജീവിതത്തിൽ രണ്ടും വേണം നമുക്ക്. പക്ഷെ നമ്മുടെ പരമമായ ലക്ഷ്യം പ്രേയസല്ല, മറിച്ച് ശ്രേയസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രേയസ് നിസാരമാണ്, ലളിതമാണ്, തുച്ഛമാണ്, ഇവിടെ ഉപേക്ഷിച്ചു പോകാനുള്ളതാണ്. എന്നാലോ ആവശ്യമാണ് താൻ. കുറച്ചു വേണം നമുക്ക്. ഇപ്രകാരം അർജുനന്റെ വാക്യം കേട്ട ഭഗവാൻ അത്ഭുതമായി, സന്തോഷവുമായി. കാരണം കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്, പറയണതെല്ലാം അർജുനൻ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഗുരുവിന് സന്തോഷം വന്നു, ശിഷ്യൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ചത്. മാത്രമല്ല അർജുനൻ ചോദിച്ചു, ഭഗവാനെ, അങ്ങ് പറയുന്നത് എനിക്ക് ശരിയായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. വ്യാമിശ്രേണേവ ഇവ, എനിക്കത് മിശ്രിതമായതുപോലെ തോന്നുന്നു. അങ്ങ് ഒരു ഡോക്ടർ പറയാണ്, താങ്കൾക്ക് ചോറും മറ്റുള്ള അരിവസ്തുക്കളെല്ലാം വളരെ മോശമാണ് താങ്കളുടെ ആരോഗ്യസ്ഥിതിക്ക്, അത് ഓട്സോ അല്ലെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ ചാമയോ ആണ് നല്ലത്, എന്നാലും താങ്കൾ ചോറ് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകാശക്കുഴപ്പത്തിലാവും. എന്താ ഡോക്ടർ ഇങ്ങനെ പറയണത്, വൈദ്യരെന്താ ഇങ്ങനെ പറയണത്? അതുപോലെ ഇവിടെ അങ്ങ് പറയുന്നത് എനിക്ക് ശരിയായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ബുദ്ധി മോഹയസി ഇവമേ, എന്റെ ബുദ്ധി അല്ലെങ്കിൽ തന്നെ വ്യാമോഹത്തിലാണ്. താങ്കളുടെ ഈ ഉപദേശം കേട്ടതോട് കൂടിയിട്ട് ഒന്നും കൂടി അതിനെ ഇളകി മറിച്ചതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തദ്ദേകം വധ നിശ്ചിത്ത ശ്രേണ ഹാപ്നുയാപ്നുയാം, എനിക്ക് ശ്രേയസ്സിനുള്ളത് ഏതാണ് അത് മാത്രം പറഞ്ഞു തന്നാൽ മതി. വേറെ ഒരു കാര്യവും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഭൗതികമായിട്ടുള്ള യാതൊരു കാര്യവും അറിയേണ്ട. എന്റെ ശ്രേയസ്, എന്റെ ദുഃഖമെല്ലാം മാറണം, പരമമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കണം, ജനന മരണമില്ലാത്തൊരു അവസ്ഥയിൽ എത്തിച്ചേരണം. അത് മാത്രം അങ്ങ് ഉപദേശിച്ചാൽ മതി. വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്റെ ഈ മന്ദനായിട്ടുള്ള അജ്ഞാനിയായിട്ടുള്ള എന്നെ വീണ്ടും വീണ്ടും വ്യാമോഹിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ജനാർദ്ദന, കേശവ. നല്ല ജനങ്ങളെ, സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും അവരെ മോക്ഷപ്രാപ്തിക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ജനാർദ്ദനൻ. അതുപോലെ തന്നെ ദുരാചാരികളായിട്ടുള്ള ജനങ്ങളെയെല്ലാം ശിക്ഷണം ചെയ്തിട്ട്, ശിക്ഷിച്ചിട്ട് അവരെ മോക്ഷപ്രാപ്തിക്ക് അർഹനാക്കുന്നവനാണ് ജനാർദ്ദനൻ. അതുകൊണ്ട് എന്റെ മനസ്സിൽ അതാ പരമപദപ്രാപ്തിക്കുള്ള വാഞ്ച ഇങ്ങനെ തുടിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സജ്ജനമാണെന്ന് തോന്നുന്നെങ്കിൽ എന്നെ അതിന് ഉപകരിക്കൂ. അല്ല, ഞാൻ ദുർജനമാണെന്ന് തോന്നുന്നെങ്കിൽ എന്നെ ഇവിടെ വെച്ച് തന്നെ അങ്ങ് ശിക്ഷിച്ചോളൂ. രണ്ട്, കേശവ. കേശി വധത്താതിഥി കേശവ. കറുത്ത കുതിരയുടെ രൂപത്തിൽ വന്ന കേശവന, കേശി എന്ന് പറയുന്ന രാക്ഷസനെ സൂദനം ചെയ്തവൻ, ഇല്ലായ്മ ചെയ്തവൻ, മോക്ഷപ്രാപ്തിക്ക് അർഹത കൊടുത്തവൻ. അതുപോലെ തന്നെ അഭിരൂപസ്യ കേശ ഇതി കേശവ. വളഞ്ഞ പുളഞ്ഞ നല്ല നീട്ടമുള്ള കാർക്കൂന്തലുള്ള മുടികളുള്ളവൻ ആരാണോ അവനും കേശവൻ. ഇവിടെ ആദ്യത്തെ പദമാണ് നല്ലത്. എന്റെ മനസ്സിൽ ഈ സംശയം അക്കറുത്ത കുതിരയെ പോലെ, അജ്ഞാനത്തെ പോലെ നിൽക്കുന്നു. എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ആദ്യം ആ സംശയമാകുന്ന കേശി എന്ന രാക്ഷസനെ സൂദനം ചെയ്യൂ, എന്നിട്ട് അങ്ങ് തുടർന്നു പറയൂ. അതാണ് ഈ രണ്ട് പദത്തിന്റെയും അർത്ഥം. ഗീതയിലെ ഓരോ വാക്കിനും വളരെ വിസ്തരിച്ചുള്ള അർത്ഥമാണ്. അല്ലാതെ വേദവ്യാസ മഹർഷി തന്റെ മനോഗതത്തിനനുസരിച്ച് എഴുതിയതല്ല. അദ്ദേഹം സാഹചര്യവും അതുപോലെ തന്നെ യോജിക്കുന്ന രീതിയിലാണ് അഭിസംബോധനകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഗൂഢമായിട്ടുള്ള അർത്ഥമുണ്ടെന്ന് നാം 1-2 അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. ഇനിയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇവിടെ വ്യാമിശ്രേണേവ ഇവ, മോഹയസി ഇവ എന്ന പദങ്ങൾക്കും അർത്ഥമുണ്ട്. ഇവ എന്ന പദം പ്രധാന പദത്തിനോട് കൂടിയിട്ട് ചേരുമ്പോൾ തോന്നുന്നു, പോലെ എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ഉണ്ടോ? ഇല്ല, മായയാണ്, തോന്നിപ്പിക്കുന്നു. അങ്ങ് പറയുന്നത് ശരിയാണ്, അങ്ങ് പാരമാർത്ഥിക തലത്തിലാണ് പറയുന്നത്, പരമാർത്ഥമാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു, എന്റെ ബുദ്ധിക്ക് തോന്നുന്നു. അതാണ് ഇവ ശബ്ദം. ഭഗവാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഒരു ആധ്യാത്മിക ഗുരു ശിഷ്യനെ മോഹിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ ധരിക്കാനായിട്ടോ അല്ലെങ്കിൽ മിശ്രിതമായിട്ടോ ഒന്നും പറയില്ല ആധ്യാത്മിക ഗുരു. അധ്യാപകർ ചിലപ്പോൾ, ടീച്ചർമാർ പറഞ്ഞിരിക്കാം, പക്ഷെ ഒരു ആചാര്യനോ ഗുരുവോ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം തന്നേക്കാൾ വലിയവനാണെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഒരു ആധ്യാത്മിക ഗുരു. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെടുന്ന ആ പരിവ്രാജകാചാര്യന്മാര് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ തന്നെയാണ് ഗീതാചാര്യൻ. അതുകൊണ്ട് ഒരിക്കലും പറയില്ല. പക്ഷെ അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവ പോലെ എന്ന് പറയുന്നത്. നമ്മൾ 2-ാം അധ്യായത്തിലും കണ്ടു, പ്രഹസന്നിവ ഭാരത. അതാ ധൃതരാഷ്ട്ര മഹാരാജാവെ പുഞ്ചിരിച്ചു കൊണ്ടെന്ന പോലെയാണ്
ഭഗവത്ഗീത ഉപദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് സഞ്ജയൻ പറയുന്നുണ്ട്. പുഞ്ചിരിച്ചു കൊണ്ടെന്ന പോലെ മന്ദഹാസത്തോട് കൂടിയിട്ട് മന്ദസ്മിതം തൂക്കിക്കൊണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് ഇവാ ശബ്ദം പറയുന്നത്? അതുപോലെ തന്നെ ആത്മാവിനെ കുറിച്ചും ശരീരത്തെ കുറിച്ചിട്ടും പറയുന്ന സമയത്ത് അർജുന, യഥാർത്ഥത്തിലെ ആത്മാവിന് ജനനവും മരണവും ഇല്ല, അല്ല നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇവാ ശബ്ദം പ്രയോഗിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ 3-4 സ്ഥലത്ത് ഇതുവരെയ്ക്കും പ്രയോഗിച്ചു, ഇനി പ്രയോഗിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഭഗവത്ഗീത വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം നല്ലപോലെ നിരൂപണം ചെയ്യാനായിട്ട്. ഭഗവാൻ പറഞ്ഞു, ശരി, സന്തോഷമായി എനിക്ക് നിന്റെ ചോദ്യം കേട്ടപ്പോ ഞാൻ നല്ലപോലെ ഉത്തരം പറയാം. യഥാർത്ഥത്തിൽ ഭഗവാൻ ഒറ്റവാക്കിലാണ് ഉത്തരം പറയേണ്ടത്. പക്ഷെ നമ്മുടെ ആധ്യാത്മിക അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലെ ആചാര്യന്മാർ ഒരിക്കലും ഒറ്റവാക്കിൽ ഉത്തരം പറയില്ല. കാരണം അത് വീണ്ടും ആശയക്കുഴപ്പത്തിലുണ്ടാക്കും. അതിന് വീണ്ടും ചോദ്യം വരും, അതിന് വീണ്ടും ഉത്തരം പറയും. അതുകൊണ്ട് വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന ഒരാളുടെ മനോഗതം മനസ്സിലാക്കിയിട്ട്, അന്തർഗതം മനസ്സിലാക്കിയിട്ട് ആദ്യം തന്നെ നല്ല രീതിയിൽ എവിടെ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ആരംഭിച്ച് തത്വവിചാരം ചെയ്ത് അതിനെ പല രീതികളിൽ കൂടെ നോക്കി അവലോകനം ചെയ്ത് അതിന്റെ സാക്ഷ്യപത്രങ്ങളെല്ലാം നിരത്തിയിട്ട് ലാസ്റ്റില് ആ ഒരു തീരുമാനത്തിൽ എത്തുകയാണ് സാധാരണ ആചാര്യന്മാർ ചെയ്യുന്നത്. ആ ഒരു രീതി തന്നെയാണ് ഇവിടെ വേദാന്ത സാരസർവസ്വമായിട്ടുള്ള ഭഗവത്ഗീതയിലും നമ്മുടെ ഗീതാചാര്യനായിട്ടുള്ള ഭഗവാൻ ഇവിടെ സ്വീകരിക്കുന്നത്. ഭഗവാൻ ഒറ്റവാക്കിൽ ഉത്തരം പറയാതെ വളരെ വിശദീകരിച്ചിട്ട് ഇവിടെ പറയാൻ ആരംഭിക്കുന്നു. അർജുന, ലോകേസ്മിൻ ദിവിധാനിഷ്ട പുരാ പ്രോക്താമയാനക. സർഗാദിയിൽ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 2 രീതിയിലാണ് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെല്ലാം പരമപദപ്രാപ്തിയെ പ്രാപിച്ചിരുന്നത്. പ്രവൃത്തി മാർഗത്തിലൂടെയും നിവൃത്തി മാർഗത്തിലൂടെയും, സാഖ്യാമാർഗത്തിലൂടെയും യോഗമാർഗത്തിലൂടെയും. സാഖ്യന്മാര്, അതായത് അവലോകനം ചെയ്ത ബുദ്ധിശക്തി ഉണ്ടെന്ന് നടിക്കുന്ന പണ്ഡിതന്മാരെല്ലാം ജ്ഞാനയോഗം കൊണ്ട്, ജ്ഞാനയോഗ്യേന സാഖ്യാനാം, ഈ വേദാന്തികള് അതീന്ദ്രിയവാദികള് ഇവരെല്ലാം ജ്ഞാനയോഗം കൊണ്ട് പരമപദപ്രാപ്തിയെ പ്രാപിച്ചിട്ടുണ്ട്. യോഗികളാകട്ടെ സാധകന്മാരാകട്ടെ കർമ്മയോഗം കൊണ്ടും പ്രാപിച്ചിട്ടുണ്ട്. കർമ്മയോഗേന യോഗിനാം. യോഗികൾ എന്ന് കേൾക്കുമ്പോൾ എല്ലും തോലുമായിട്ട് ഞരമ്പെല്ലാം പുറത്തേക്ക് നിൽക്കുന്ന ഒരു അസ്ഥികൂടം പോലെ താടിയും മീശയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരു രൂപമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. പക്ഷെ അങ്ങനെയല്ല. യോഗി യുജ്യതേ യുജ്മേളേന ടു ലിങ്ക് ടു ജോയിൻ, ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ആ യോഗത്തില് പ്രവർത്തിക്കുന്ന ആരാണോ അവനെ യോഗി എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും യോഗികളാണ് ഒരർത്ഥത്തില്. ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഏതിൽ കൂടെ? ധ്യാനം, ജപം, കീർത്തനം, ഇതുപോലെയുള്ള ക്ലാസ്സുകള്, ആരാധന, അങ്ങനെ ഏത് നവതാ ഭക്തിയുത സേവനത്തിലൂടെയും മറ്റുള്ള സേവനത്തിൽ കൂടെയും എപ്രകാരമാണ് ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത് അവരെയെല്ലാം യോഗികളെന്ന്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ സാധകരെന്ന് വിളിക്കാം നമുക്ക്. ഇങ്ങനെയുള്ള സാധകര് കർമ്മയോഗം കൊണ്ട് ഫലാസക്തിയില്ലാതെ, കർമ്മയോഗം എന്ന് പറഞ്ഞ കർമ്മകാണ്ഡത്തിലുള്ള യോഗമല്ല, മറിച്ച് എല്ലാ കർമ്മങ്ങളും നിത്യനൈമിത്തിക കർമ്മങ്ങളെല്ലാം ചെയ്യണം നമ്മൾ. വിശദമായിട്ട് ഈ അധ്യായത്തിന്റെ പകുതിയിലും അടുത്ത അധ്യായത്തിലും കർമ്മം എന്താണ്, നിത്യനൈമിത്തിക കാമ്യകർമ്മങ്ങൾ എന്താണ്, വികർമ്മം എന്താണ്, വിരുദ്ധമായിട്ടുള്ള ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കർമ്മം എന്താണ്, അകർമ്മം എന്താണ്, ചെയ്താൽ പ്രയോജനമില്ല, ചെയ്തില്ലെങ്കിൽ പാപം വന്നു ചേരും, അങ്ങനത്തെ കർമ്മങ്ങളുണ്ട്. അപ്പൊ തൂഷ്ണീം ഭാവത്തിലിരിക്കാതെ ആ കർമ്മങ്ങളെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിച്ച്, ഇതെന്റെ ഉത്തരവാദിത്തമാണ്, എനിക്ക് ശരീരം കിട്ടിയിരിക്കുന്നു, ശരീരസ്ഥനായ ഞാൻ കർമ്മം ചെയ്യാതെ എന്റെ ആസക്തികളൊന്നും പോകുന്നില്ല, അതുകൊണ്ട് എന്റെ ആ ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ, വാസനകളെല്ലാം ഈ ശരീരം ഉപയോഗിച്ച് ഞാൻ കത്തിച്ചു കളയണം, അതിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം എനിക്ക് ലഭിച്ചിരിക്കുന്നത്, ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇങ്ങനെ ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്തുകൊണ്ട് ആസക്തിയില്ലാത്ത അസക്തനായിട്ട് അനാസക്തനായിട്ട് സർവകർമ്മ ഫലങ്ങളും ചെയ്യുന്ന യോഗികള് ആ നിത്യനൈമിത്തിക കാമ്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഫലാസക്തിയില്ലാതെ അവരും പരമപദത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ആരംഭിക്കുന്നത്. അപ്പോ 2 രീതിയിലുള്ള ഇതിനെയാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ചത്. ഒന്ന് ജ്ഞാനയോഗമാകുന്ന ഭക്തിയോഗം, അതുപോലെ തന്നെ ആ കർമ്മയോഗത്തില് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ഗൃഹസ്ഥന്മാരെ കുറിച്ചിട്ടല്ല നമ്മൾ പഠിച്ചു. അതിനെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിലും അടുത്ത അധ്യായത്തിലും ഭഗവാൻ നല്ലപോലെ വിശദീകരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തില് ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായത്തില് ഉപസംഹരിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. 2-ാം അധ്യായത്തില് ഗീതാ വിഷയങ്ങളെല്ലാം പറഞ്ഞ ശേഷം 3-ാം അധ്യായത്തില് ആ സർവ വേദങ്ങളുടെയും വേദാന്തത്തിന്റെയും കർമ്മകാണ്ഡത്തിന്റെയും എല്ലാം
സംക്ഷിപ്ത രൂപം പറഞ്ഞുകൊണ്ട്, അർജുന ഇപ്രകാരം സ്വധർമ്മം ആചരിച്ചുകൊണ്ട് നീ പരമപദത്തെ പോകൂ, പരമപദത്തിലെത്തുവാനായിട്ട് സ്വധർമാചരണത്തിലൂടെ സാധിക്കുമെന്ന് പറഞ്ഞ് അസ്വധർമാചരണത്തിന് പ്രേരിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. 3-ാം അധ്യായം കഴിഞ്ഞിട്ട് 4-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അർജുന എനിക്കറിയാവുന്ന എല്ലാ ശ്രേയസിന് ഉതകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, നിനക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് ഞാൻ വിവസ്വാനും വിവസ്വാന്റെ പുത്രനായിട്ടുള്ള മനുവിനും മനുവിന്റെ പുത്രന്മാരായിട്ടുള്ള ഇക്ഷ്വാകുവിനും മറ്റു രാജാക്കന്മാർക്കെല്ലാം ഞാൻ ആ സർഗാദിയിൽ തന്നെ അനാദികാലത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരും പരമപദത്തെ പൂകിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഉപസംഹരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഭഗവത്ഗീത 3-ാം അധ്യായത്തിൽ സമാപിക്കുന്നു. പക്ഷെ വേദവ്യാസ മഹർഷി സമ്മതിക്കോ? ഇല്ല. വേദവ്യാസ മഹർഷി അർജുനനെ കൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഭഗവത്ഗീത വീണ്ടും വീണ്ടും തുടർന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഭഗവാൻ പറഞ്ഞു, അർജുന കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കർമ്മത്തിൽ വിമുഖത കാട്ടിയത് കൊണ്ടോ തൂഷ്ണീം ഭാവത്തിൽ ഇരുന്നത് കൊണ്ടോ ഒന്നും നീ സന്യാസിയാവാൻ പോകുന്നില്ല. നീ ക്ഷത്രിയ ധർമ്മം ഉപേക്ഷിച്ച് നീ വനത്തിൽ പോയിട്ട് സന്യാസം സ്വീകരിച്ച് അല്ലെങ്കിൽ വീടുകളിലെല്ലാം പോയിട്ട് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് നിനക്ക് സന്യാസം ഒന്നും വരാൻ പോകുന്നില്ല, നിന്റെ മനസ്സിൽ വിരക്തി ഒന്നും വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നേ നീ നന്നായേനെ അല്ലെ? കാരണം വിവാഹക്കും കഴിഞ്ഞ് ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കുന്ന സമയത്ത് ഒരു 5 ഭർത്താക്കന്മാർക്കും ഒരു ഭാര്യയാണ്. അതുകൊണ്ട് വ്യവസ്ഥകളെല്ലാം വെച്ചു. ആരെങ്കിലും ഒരാളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണുവാനോ ഭാര്യയുടെ അടുത്തേക്ക് പോകാനുള്ള ത്വരയോ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അടുത്ത റൗണ്ട് വരുന്നത് വരെ, അതായത് ഓരോരുത്തർക്ക് 2 വർഷം കൊടുത്തിട്ടുണ്ട്. കുട്ടി സമാഗമിച്ച് പുത്രനുണ്ടായി പുത്രന്റെ ജാതകർമ്മങ്ങളും പേരിടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2ാമത്തെ ആള് വരാൻ പാടുള്ളൂ. ഇതിന്റെ ഇടയിൽ അർജുനൻ അറിയാതെ ചെന്നുപെടുകയും ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോകുകയാണ്, ഞാൻ ഇത്രയും പരിശ്രമിച്ചുകൊണ്ട് അവിടെ ഇത്രയും രാജാക്കന്മാരെ തോൽപ്പിച്ചുകൊണ്ട് വേളി കഴിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനും ജീവിച്ചിരിക്കണം എന്നെല്ലാം വൃഥ പറഞ്ഞിട്ട് അദ്ദേഹം സന്യാസിയായിട്ട് പോയി. എത്തിച്ചേർന്നതോ ദ്വാരകയില്. അവിടെ ഭഗവാന്റെ വീട്ടിലെല്ലാം താമസിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഭഗവാന്റെ സഹോദരി സുഭദ്രയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നു. നോക്കണേ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിന്റെ സന്യാസമൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാ, അതിനെ കുറിച്ചിട്ടൊന്നും നീ വിശദീകരിക്കാൻ പോകണ്ട, കാരണം നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും ഇതേവരെ ആയിട്ടില്ല. അത് കഴിഞ്ഞ് രാജസൂയ യാഗത്തിന്റെ സമയത്ത് വീണ്ടും ചിത്രാംഗത, ഉലൂബി മറ്റുള്ളവരെയും വിവാഹം കഴിച്ചു. നോക്കണേ. അപ്പൊ അതുകൊണ്ട് അത് ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നശിച്ചിട്ടില്ല. ഇന്നലെ വരെ നമ്മൾ സംസാരിച്ചതാണ് യുദ്ധത്തിനെ കുറിച്ച്. ഇപ്പൊ എങ്ങനെയാണ് നിന്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ഒരു വിരക്തി കടന്നു വന്നത്? സമ്മോഹമാണ് ഇതിന് കാരണം, അജ്ഞാനമാണ് അർജുന. അല്ലാതെ നിന്റെ മനസ്സിൽ ഒരിക്കലും ആ ഒരു അഹിംസയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യമോ ഒന്നും കടന്നുകൂടിയിട്ടില്ല. അങ്ങനെ കടന്നുകൂടിയിരുന്നെങ്കിൽ ഭഗവാൻ ഇത്രയും ഭഗവത്ഗീത ഉപദേശിച്ചിട്ടും അവൻ പറഞ്ഞാന്, അർജുനൻ പറഞ്ഞാന്, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ കേട്ടു മനസ്സിലാക്കി, പക്ഷെ ഞാനൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഗോവിന്ദ, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, ഞാൻ സന്യാസം സ്വീകരിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാന്. അതിനു പകരം നഷ്ടോ മോഹസ്മൃതിർ ലബ്ധ ത്വത്പ്രസാദാത്മയാച്യുത സിദോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവഹ എന്നാണ് പറഞ്ഞത്. എന്റെ സമ്മോഹം വ്യാമോഹമെല്ലാം നീങ്ങിയിരിക്കുന്നു, എന്റെ അജ്ഞാനമെല്ലാം നീങ്ങിയിരിക്കുന്നു, കെട്ട ബുദ്ധിയെല്ലാം മാറി നല്ല ബുദ്ധി കിട്ടിയിരിക്കുന്നു. ഇനി ഞാൻ അങ്ങ് പറയുന്നത് അനുസരിക്കാം, ഞാനിതാ യുദ്ധം ചെയ്യാനായിട്ട് എന്റെ സ്വധർമ്മം ആചരിക്കാൻ തയ്യാറായി ഗോവിന്ദ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവത്ഗീത ഉപസംഹരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അർജുനൻ വലിയ അഹിംസാവാദിയുമല്ല, സന്യാസം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഒരു മൂലയിലും എത്തിച്ചേർന്നിട്ടില്ല എന്ന്. പക്ഷെ ഇവിടെ തനിക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ സമ്മോഹത്തെ, വ്യാമോഹത്തെ, വികാരത്തെ അടിച്ചമർത്താനും അതുപോലെ തന്നെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആളുകളെ പ്രഹസനമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സന്യാസത്തിന്റെ ഒരു പരിവേഷം സ്വീകരിക്കുകയാണ് അർജുനൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. കപട സന്യാസിയാണ്, മിഥ്യാചാരസ ഉച്ചത എന്ന് ഭഗവാനും ശ്രീലപ്രഭുപാദരിനി പറയാനും പോകുന്നുണ്ട് അദ്ദേഹത്തെ. ഇപ്രകാരം നീ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ കർമ്മേന്ദ്രിയാണി മനസാ യാ സ്മരതേ മനസാ സ്മരൻ, നീ കർമ്മേന്ദ്രിയങ്ങളെല്ലാം അടക്കി വെച്ചുകൊണ്ട് മനസ്സ് മാത്രം കർമ്മങ്ങളിൽ വ്യാപൃതനായിട്ട് യാതൊരു പ്രയോജനമില്ല. നീ വേണമെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗാണ്ഡീവം ഉപേക്ഷിച്ചോളൂ, ആവനാഴി ഉപേക്ഷിച്ചോളൂ, നീ യുദ്ധം രംഗത്ത് നിന്ന് പോയോളൂ. പക്ഷെ വനത്തിൽ പോയിരുന്നാലും നിന്റെ ചിന്ത യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യണം. കാരണം നീ ക്ഷത്രിയനാണ്, ശാസ്ത്രഗുണ വീര്യമുള്ളതാണ്, രജോ ഗുണ വീരനാണ്. അതുകൊണ്ട് ഇനി നീ ഒരു ആശ്രമം തുടങ്ങിയെന്ന് ഇരിക്കട്ടെ, അവിടെ ആദ്യം കുറച്ച് നാളുകളൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ശിഷ്യന്മാരെല്ലാം എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നീ മാരകമായിട്ട് അവരെ ഉപദ്രവിക്കും. കാരണം രജോ ഗുണമാണ് നിന്റെ മനസ്സിൽ എടുക്കുന്നത്. ഇനി നീ അമ്പലത്തിൽ പോയിട്ട് ഒരു ആരാധനാലയം എല്ലാം പണിത്, ഒരു ക്ഷേത്രമെല്ലാം പണിത്, ഒരു പൂജാരി ആയിക്കോട്ടെ, സന്യാസം സ്വീകരിച്ചിട്ട്
അവിടെ എന്തെങ്കിലും ആളുകൾ പറയുകയാണെങ്കിൽ, തെറ്റു പറയുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസംബന്ധം പറയുകയാണെങ്കിൽ നീ പൂജാരിയാണെന്നോ സന്യാസിയാണെന്നോ നോക്കാതെ അവരെ തലക്കടിക്കുന്നു. കാരണം നിന്റെ സ്വഭാവം രജോ ഗുണത്തിന്റെയാണ്, ക്ഷാത്രവീര്യത്തിന്റെയാണ്. അതുകൊണ്ട് ഉള്ളിലുള്ള വാസനകളെല്ലാം നശിപ്പിക്കൂ അർജുന. ഇന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും അത് കഴിഞ്ഞ് ജ്ഞാനേന്ദ്രിയങ്ങളെയും അതിലുമുപരി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അന്ധകരണമായിട്ടുള്ള മനസ്സിനെയും എല്ലാം ആരാണോ നിയന്ത്രിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനി, അവനാണ് യഥാർത്ഥത്തിലുള്ള യോഗി. അല്ലാതെ കർമ്മേന്ദ്രിയങ്ങളെ മറ്റുള്ളവർക്ക് കാണാനായിട്ട് പിടിച്ചു വെക്കുകയും കണ്ണുകൾ അടയ്ക്കുകയും ചെവി പൊത്തുകയും എന്നാൽ സദാസമയം മനസ്സുപയോഗിച്ച് ഈ പ്രവൃത്തികളിലെല്ലാം വ്യാപൃതനായിരിക്കുന്നവൻ കപട നാട്യക്കാരനാണ്, അവൻ കപടവേഷക്കാരനാണ്, അവൻ യഥാർത്ഥത്തിലുള്ള യോഗിയല്ല, ഭക്തനല്ല, പരമഹംസനല്ല എന്നെല്ലാം ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് നീ ഒരു യജ്ഞം എന്ന രീതിയിൽ ഈ കർമ്മമെല്ലാം ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ കർമ്മഫലം വരില്ല. എങ്ങനെയാണ് ചക്ക തിന്നുന്നത്? നമ്മൾ ചക്ക കഴിക്കണം, വളരെ വിശിഷ്ടമാണ്, മധുരമുള്ളതാണ്. പക്ഷെ അതിന്റെ ചക്കപ്പശ, ചക്കമുടി ഞാനൊന്നും നമ്മുടെ ശരീരത്തിൽ പറ്റുകയും ചെയ്യരുത്. ഇതുപോലെ കർമ്മങ്ങളെല്ലാം ഫലാസക്തിയില്ലാതെ ചെയ്തിട്ട് ഒരു യജ്ഞം എന്ന നിലയില് ഭഗവാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ കർമ്മങ്ങളെല്ലാം, അത് നല്ലപോലെ ഞാൻ അനുഷ്ഠിക്കണം. കാരണം ഞാനൊരു ശരീരത്തിന് ഉടമയാണ്, ശരീരം ലഭിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാ കർമ്മങ്ങളും യജ്ഞഭാവത്തിൽ അനുഷ്ഠിക്കണം. ഈ യജ്ഞങ്ങളെല്ലാം വേദങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് അർജുന. ഇപ്രകാരം ആളുകളെല്ലാം യജ്ഞഭാവത്തോടു കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മഴയെല്ലാം ഉണ്ടാകുന്നു ആ യജ്ഞത്തിൽ നിന്ന്. ഈ മഴയിൽ കൂടെ ആകാശത്തിൽ നിന്ന്, പർജന്യനിൽ നിന്ന് ആത്മാക്കളെല്ലാം ഭൂമിയിൽ പതിക്കുകയും ആ ആത്മാക്കള് പതുക്കെ പതുക്കെ ജലത്തിൽ കൂടെയും മറ്റു വസ്തുക്കൾ കൂടെയും ഔഷധികളില് സസ്യങ്ങളില് പതുക്കെ ചെയ്യുകയും ഈ സസ്യങ്ങളും ധാന്യങ്ങളും എല്ലാം കഴിക്കുന്ന ഒരു പുരുഷന്റെ ശോണിതത്തിലേക്ക് ശുക്ലഭാവേന ബീജരൂപത്തില് ഈ ആത്മാക്കളൊക്കെ വരികയും അത് സ്ത്രീയാകുന്ന പ്രകൃതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നത് എന്നുള്ള പ്രപഞ്ച രഹസ്യവും ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും യജ്ഞഭാവത്തിൽ നീ അനുഷ്ഠിക്കൂ. എന്നിട്ട് ഈ യജ്ഞത്തിൽ വരുന്ന എല്ലാ സാധനങ്ങളും എന്തു തന്നെ ആയിക്കോട്ടെ അതെല്ലാം യജ്ഞശിഷ്ടമായിട്ട് പ്രസാദമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിനെ ഭുജിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്യുക. കാരണം പ്രസാദേ സർവദുഃഖാനാം ഹാനി രസ്യോപജായതേ. പ്രസാദം നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നാം പലരും ചെയ്യുന്നത് കാണാറുണ്ട്. അവിലോ മലരോ പായസമോ ഒന്ന് കിട്ടുമ്പോൾ അതിലുണ്ടാകുന്ന തുളസി വലിച്ചെറിയും, അതിലുണ്ടാകുന്ന തെച്ചിപ്പൂ വലിച്ചെറിയും, അത് വലിച്ചെറിയും. അല്ല, ആ ഭഗവത് പ്രസാദമായിട്ട് കിട്ടുന്നത് എന്തും പ്രസാദം തന്നെയാണ്. യജ്ഞശിഷ്ടാമൃതഭുജ. ഇപ്രകാരം യജ്ഞശിഷ്ടമെല്ലാം ഭുജിക്കുന്നവൻ ആ പാപത്തെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തിച്ചേരുന്നു. എന്തായിക്കോട്ടെ, കളയേണ്ട ആവശ്യമില്ല. ചിലപ്പോ ചന്ദനം ഉണ്ടായിരിക്കും അതില്, അല്ലെങ്കിൽ വേറെ വസ്തുക്കൾ ഉണ്ടായിരിക്കും. ഇനി ചിരട്ടയുടെ കഷ്ണങ്ങള് അത് ഇതൊക്കെ അങ്ങനെ അതുള്ളതൊക്കെ വലിച്ചെറിയുക. പക്ഷെ ഭഗവാന് നിവേദിച്ചതാണെന്ന് കാണുന്ന സകല വസ്തുക്കളും പ്രസാദം തന്നെയാണ്. അതിനെ ഒരിക്കലും നിങ്ങൾ അവഹേളിക്കരുത്. അത് ചെവിയിൽ വെക്കുകയോ തലയിൽ വെക്കുകയോ അല്ലെങ്കിൽ പോക്കറ്റിലിടുകയോ ഭുജിക്കുകയോ ഭക്ഷിക്കുകയോ എന്ത് വേണമെങ്കിലും അത് മണക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക. ഒരിക്കലും അതിനെ അവഹേളിക്കരുത്, ചവിട്ടരുത്. ഇതെല്ലാം ഭഗവത്ഗീതയിൽ നല്ലപോലെ പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം യജ്ഞഭാവനയോട് കൂടിയിട്ട് സകല കർമ്മങ്ങളും ചെയ്യുക. ഇങ്ങനെ ആദ്യകാലഘട്ടത്തില് വിഷ്ണു, അതുപോലെ തന്നെ രുദ്രൻ, മരുത്തുക്കള്, ഇന്ദ്രൻ, അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് 33 കോടി ദേവതകൾക്കും വേണ്ടിയിട്ടാണ് ഈ യജ്ഞങ്ങളെല്ലാം ആചരിച്ചിരിക്കുന്നത്. സവൈ വിഷ്ണുഹു, എല്ലാത്തിനെയും അധിപൻ, ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം എന്ന അടുത്ത അധ്യായത്തിൽ പറയാൻ പോകുന്നുണ്ട്. സർവയജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും യാഗങ്ങളുടെയും പൂജകളുമെല്ലാം ഭോക്താവ് ഭഗവാനാണ്. പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണാംശമായിട്ടുള്ള ചതുർഭുജ രൂപത്തിലുള്ള നാരായണൻ മഹാവിഷ്ണു. അതുകൊണ്ട് ആ ഭാവത്തിൽ കൂടെ നീ ആചരിക്കൂ. എല്ലാ ദേവന്മാരെയും നീ നല്ലപോലെ സ്വീകരിക്കൂ, അവരെ സന്തോഷിപ്പിക്കൂ. അങ്ങനെയാണെങ്കിൽ അവരും സന്തോഷിച്ചുകൊണ്ട് നിനക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവകകളെല്ലാം അവർ നൽകും. അതായത് മഴ, കാറ്റ്, വെളിച്ചം, വായു, മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് 20,000 രൂപയുടെ 1,00,000 രൂപയുടെ ഒന്നും യജ്ഞങ്ങൾ ചെയ്യാനായിട്ട് പോകണ്ട. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യജ്ഞാനാം ജപയജ്ഞോസ്മി. അർജുന, എനിക്ക് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജപയജ്ഞമാണ്. അതുകൊണ്ട് ഒരു വീട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാം എല്ലാവരും നിരന്നിരുന്നുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു പ്രത്യേക ആവർത്തി ചെയ്യുന്നത് യജ്ഞമാണ്. നിങ്ങൾ രാവിലെ
4 മണിക്കോ 4:30ക്കോ എഴുന്നേൽക്കുന്നത് യജ്ഞമാണ്. നിങ്ങൾ ഒരു അധ്യായമോ അല്ലെങ്കിൽ ഭഗവത്ഗീത സമ്പൂർണ്ണ പാരായണമോ നാരായണീയമോ ശ്രീമദ് ഭാഗവതത്തിൽ ഒരു അധ്യായമോ അല്ലെങ്കിൽ കുറച്ചു ഭാഗമോ സ്വാധ്യായം ചെയ്യുന്നത് പഠിക്കുന്നത് ഒരു യജ്ഞമാണ്. ഏകാദശി ഉപവാസങ്ങൾ എടുക്കുന്നത് യജ്ഞമാണ്. ഇങ്ങനെ പ്രദോഷവ്രതമായിക്കോട്ടെ, മാസിവ്രതമായിക്കോട്ടെ, സോമവാര വ്രതമായിക്കോട്ടെ, എന്തെങ്കിലും ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട്, ഈശ്വര പ്രാപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന സർവകർമ്മങ്ങളും യജ്ഞം തന്നെയാണ് എന്ന് ഒരു സങ്കല്പം ഉണ്ടായിരിക്കണം നമ്മൾ. എന്തു തന്നെ ആയിക്കോട്ടെ, ക്ഷേത്രത്തില് പാത്രം കഴുകുന്നത്, അടിച്ചുവാരി വൃത്തിയാക്കുന്നത്, മാല കെട്ടുന്നത്, ഇങ്ങനെ നമ്മുടെ ഭക്തന്മാര് എല്ലാ കർമ്മങ്ങളും ചെയ്യണം. അല്ലാതെ ക്ലാസ് എടുക്കലും ആരതി ചെയ്യലും മാത്രമല്ല, കീർത്തനം ചെയ്യലും മാത്രമല്ല ഭഗവത് പ്രാപ്തിക്ക് ഉതകുക. എന്ത് തന്നെ ചെയ്താലും ശിക്ഷാഗുരു അല്ലെങ്കിൽ ദീക്ഷാഗുരു അല്ലെങ്കിൽ മാർഗദർശിയായിട്ടുള്ള സീനിയർ ഡിവോട്ടീസ് പറയുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞഭാവത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് പാത്രം കഴുകലാകട്ടെ, അല്ലെങ്കിൽ ടോയ്ലറ്റ് കഴുകലായിക്കോട്ടെ, നിലം തുടയ്ക്കലോ വൃത്തിയാക്കലോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് സാധാരണ ആളുകളുടെ കണ്ണിൽ ചിലപ്പോൾ ചെറുതോ വലുതുമായിരിക്കും. പക്ഷെ ഭഗവാന്റെ കണ്ണില് അത് യജ്ഞഭാവത്തിൽ തന്നെയാണ്. ആ ഒരു യജ്ഞഭാവത്തിൽ കൂടെ കർമ്മേന്ദ്രിയങ്ങളെയെല്ലാം ശുദ്ധമാക്കി, തദ്വാര ജ്ഞാനേന്ദ്രിയങ്ങളും ശുദ്ധമായിട്ട്, അതിനപ്പുറത്തുള്ള മനസ്സാകുന്ന ഇന്ദ്രിയത്തെയും ശുദ്ധമാക്കിയിട്ട് നിനക്ക് ആസന്യാസം കൊണ്ട് പരമപദത്തിലെത്താനായിട്ട് സാധിക്കും അർജുന എന്ന് പറയുകയാണ് ഭഗവാന്റെ ലക്ഷ്യം. അതുകൊണ്ട് ആസക്തിയില്ലാതെ കർമ്മങ്ങളെല്ലാം ചെയ്യൂ. നാ ബുദ്ധിഭേദം ജനയേ. ഒരിക്കലും സാധാരണ ആളുകളില് ഒരു ഇതിനെ കുറിച്ചിട്ട് ഇത് ചെറുതാണെന്നോ അത് വലുതാണെന്നുള്ള ഒരു ധാരണ ഒരിക്കലും ഉണ്ടാക്കരുത്. ഇന്ന കർമ്മങ്ങളാണ് ശ്രേഷ്ഠം, ഇന്ന കർമ്മങ്ങളെല്ലാം അധമമാണ് എന്നുള്ളൊരു ധാരണ ചെറിയ ആളുകളില്, അതായത് സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കരുത്. പുതിയതായിട്ട് സത്സംഗത്തിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എത്ര മാല ജപിക്കുന്നുണ്ട്? അപ്പൊ അദ്ദേഹം പറയും ചിലപ്പോ ഞാൻ വന്നു തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ള 4 മാലയായിട്ടുള്ളൂ, 16 മാല ജപിക്കണം. അതാണ് നമ്മുടെ ഒരു രീതി. മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല, ചായയും കാപ്പിയൊന്നും കുടിക്കാൻ പാടില്ല, അവരുടെ വീട്ടിൽ ഇവരുടെ വീട്ടിൽ പോകാൻ പാടില്ല, ശിവന്റെ അമ്പലത്തിലോ അയ്യപ്പന്റെ അമ്പലത്തിലോ ഗണപതിയുടെ അമ്പലത്തിലോ പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ പുതിയ ആളുകൾ കണ്ടം വഴി ഓടും, പുല്ലുപോലും മുളക്കില്ല പിന്നെ അവര്. അപ്പൊ അതുകൊണ്ട് നാ ബുദ്ധിഭേദം ജനയേ. അർജുന, സാധാരണ ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. നീ വിദ്വാനാണ്. വിദ്വാൻമാർ ഒരിക്കലും മറ്റുള്ളവരെ ഒരിക്കലും ഓടിപ്പിക്കില്ല, അവരെ ഭയത്തിലാക്കില്ല. അവരെ നമ്മളോടൊപ്പം ചേർത്തിക്കൊണ്ട് നമ്മളോട് ഇത് ആക്കാനായിട്ട്, നമ്മുടെ ഒപ്പമാക്കുക, അല്ല നമ്മുടെ തലത്തിനേക്കാളും കൂടുതൽ ഉയർത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഒരു ഗുരു, ഒരു ആചാര്യൻ എപ്പോഴും തന്റെ ശിഷ്യനെ തന്നേക്കാളും വലിയവനാവാനാണ് പരിശ്രമിക്കുക. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാം. ഒരു ചെറിയ തിരിയിൽ നിന്ന് കത്തിയിട്ടുള്ള തീപന്തം പോലെ, തീനാളം പോലെ, അല്ലെങ്കിൽ വലിയൊരു തീഗോളം പോലെ ആവാനാണ് ഓരോ ആധ്യാത്മിക ഗുരുവും പ്രയത്നിക്കേണ്ടത്. നമ്മളെല്ലാവരും സാധകന്മാരാണ്, പ്രചാരകന്മാരാണ്. അതുകൊണ്ട് നമ്മോടുള്ള ഒരു ഉപദേശമായിട്ട് വേണം നമുക്കിതിനെ കാണാനായിട്ട്. ഒരിക്കലും ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കരുത്. പുതിയ പുതിയ ഭക്തന്മാരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക, കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അവരെ ഉപദേശിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ തലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. എല്ലാ ജോലികളും പതുക്കെ പതുക്കെ കൊടുക്കുക, അടിച്ചേൽപ്പിക്കാതിരിക്കുക, സന്തോഷത്തോടു കൂടിയിട്ട് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. അങ്ങനെ അവരെയും നിനക്ക് പരമപദത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അർജുന. ഒരിക്കലും അവരെ ആശയക്കുഴപ്പത്തിലാക്കല്ലേ എന്ന് നമ്മളോടാണ് ഭഗവാൻ പറയുന്നത്. അർജുന, മാത്രമല്ല ഈ ചെറിയ കർമ്മങ്ങളും വലിയ കർമ്മങ്ങളും ഘോരകർമ്മങ്ങളും വികർമ്മവും അകർമ്മവും എല്ലാം ചെയ്യിക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതേ ക്രിയമാണാനി. അഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇത് ചെയ്യിക്കുന്നത്. എന്നാൽ ഈ വിമൂഢാത്മാക്കളായിട്ടുള്ള, മൂഢത വന്നിട്ടുള്ള മൂഢന്മാരുടെ രാജാക്കന്മാരും വിമൂഢന്മാരും അജ്ഞാനികളും വ്യാമോഹമെല്ലാം ഇരിക്കുന്ന ആൾക്കാര് കർത്താഹമിതി മന്യത, ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് ഇതിന്റെ ഭോക്താവ്, ഞാനാണ് ഇതിന്റെ കർത്താവ് എന്നെല്ലാം വിചാരിക്കുന്നത്. പക്ഷെ ആരാണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ്. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവുമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നീ നിന്റെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം നല്ലപോലെ നിയന്ത്രിച്ച് ആദ്യം കാണാൻ പറ്റാവുന്ന കർമ്മേന്ദ്രിയങ്ങളെ, എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അവയെ ശുദ്ധീകരിക്കുക. ഇപ്രകാരം കർമ്മേന്ദ്രിയങ്ങളെല്ലാം പരിശുദ്ധമായി തീർന്നു കഴിഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ശുദ്ധമാവും. കൈകൾ, കാലുകൾ, വായ, വിസർജനേന്ദ്രിയം, ഉൽപാദനേന്ദ്രിയം തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളും
കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി തുടങ്ങിയിട്ടുള്ള പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും ശുദ്ധമായി കഴിഞ്ഞാൽ മനസ്സാകുന്ന 11ാമത്തെ ഇന്ദ്രിയമാകുന്ന അന്ധകരണം അതും ശുദ്ധമാവാനായിട്ട് തുടങ്ങും. ഇങ്ങനെ പതുക്കെ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്കും നിനക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അപ്പോൾ മാത്രമേ ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ നിന്നെ പോലെ വ്യാമോഹം വന്ന് ശരിയേത് തെറ്റേതെന്ന് അറിയാതെ നാം സ്വധർമ്മത്തിൽ നിന്ന് മാറിപ്പോവും. സ്വധർമ്മോ നിധനം ശ്രേയ പരധർമാ ഭയാവഹ. കാരണം സ്വധർമ്മത്തിൽ കൂടെ മാത്രമേ ഒരാൾക്ക് പരമപദ പ്രാപ്തിയെ പ്രാപിക്കാൻ സാധിക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. 2 പ്രാവശ്യമാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത 18ാം അധ്യായത്തിലും ഭഗവാൻ പറയാൻ പോകുന്നുണ്ട്. ശ്രീമദ് ഭഗവത്ഗീത പോലുള്ള ഒരു പ്രധാന ഗ്രന്ഥത്തില് ഒരു ശ്ലോകം 2 പ്രാവശ്യം ആവർത്തിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മന്മനാഭവ മദ്ഭക്ത മധ്യാജീമാം നമസ്കുരു, ഈ ശ്ലോകവും 2 പ്രാവശ്യവും ആവർത്തിക്കുന്നുണ്ട്. 2 ശ്ലോകങ്ങളാണ് 2 പ്രാവശ്യം ആവർത്തിക്കുന്നത്. അപ്പൊ ഈ 2 ശ്ലോകങ്ങളുടെയും പ്രാധാന്യം ഭക്തന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വധർമ്മത്തെ ആചരിക്കൂ, പരധർമ്മത്തെ ഉപേക്ഷിക്കൂ. പരധർമ്മം ഭയാവഹമാണ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. സത്സംഗങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവിടുത്തെ ഡിവോട്ടീസ്, സീനിയർ ഡിവോട്ടീസ്, ശിക്ഷാഗുരു. പക്ഷെ പലരും ചെറിയ ചെറിയ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് മുങ്ങുന്നതായിട്ടാണ്, തടി തപ്പുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. രഥയാത്രയുണ്ട് പ്രഭു അടുത്ത സത്സംഗത്തില്, അല്ലെങ്കിൽ വേറെ സത്സംഗത്തില് വേറെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു വിശിഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ക്ഷേത്ര ദർശനം നൽകണം, എന്റെ വീട്ടിൽ അതിഥികൾ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിസാര കാര്യങ്ങളെ പറഞ്ഞിട്ട് നോക്കൂ. നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരു ജോലി ചെയ്യാതെ പല പല കാരണങ്ങളെ കൊണ്ട് നിങ്ങൾ ആ സത്സംഗത്തിൽ നിന്ന് മുങ്ങുകയാണെങ്കിൽ, ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയായിരിക്കും, പാപമായിരിക്കും വരാൻ പോകുന്നത്. ഇനി വേറെ സത്സംഗങ്ങളിൽ പോയിട്ടോ വേറെ സ്ഥലങ്ങളിൽ പോയിട്ടോ 100% നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് വെറും 10 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അതേസമയം നിങ്ങളുടെ സ്വന്തം സത്സംഗത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എവിടെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് നല്ല പോലെ നിങ്ങൾ ജോലി ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു ശ്രേഷ്ഠത വരുന്നില്ല, ആരും അതിനെ കാണുന്നില്ല, അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടെയും 90 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി ആലോചിക്കും, നിങ്ങൾക്ക് 10 മാർക്കാണോ വേണ്ടത്, 90 മാർക്കാണോ? പലർക്കും ഇതിനെ കുറിച്ചിട്ട് അറിയില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് വലിയ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ വിശിഷ്ടനായിട്ടുള്ള വ്യക്തികൾ വരുമ്പോൾ അവരുടെ ദർശനം കിട്ടുക. ഈവൻ ആധ്യാത്മിക ഗുരു വരികയാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കണം. കാരണം പല പല സന്യാസിമാരുടെയും ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ്, ആചാര്യന്മാര് വരുന്നുണ്ടെങ്കിൽ പോലും അവരെ കാണുവാനായിട്ട് നിങ്ങളുടെ സ്വധർമ്മമല്ല നല്ല പോലെ ആചരിച്ച് അനുഷ്ഠിച്ചിട്ട് വേണം പോവാനായിട്ട്. അല്ലാതെ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ധർമ്മം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ ഗുരു വരുന്നുണ്ട് എനിക്ക് കാണാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ അതിന്റെ ആ പാപമായിരിക്കും വരാൻ പോകുന്നത്. പോകണം, തീർച്ചയായിട്ടും പോകണം. എങ്ങനെ? നിങ്ങളില് നിക്ഷിപ്തമായിരിക്കുന്ന ആ സ്വധർമ്മമല്ല നല്ല പോലെ ആചരിച്ച് അനുഷ്ഠിച്ചുകൊണ്ട്. അതാണ് സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മ ഭയാവഹ. ഇവിടെ അർജുന, നീ ക്ഷത്രിയനാണ്, ക്ഷാത്രധർമ്മമാണ് യുദ്ധം, അത് അനുഷ്ഠിക്കൂ, ആചരിക്കൂ. ഘോരകർമ്മമാണ്, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും, ചിലപ്പോൾ അംഗവൈകല്യം വരുത്തും, ചിലപ്പോൾ മരണത്തിന് തന്നെ കാരണമാവും. ശരിയാണ്. പക്ഷെ അത് ഉപേക്ഷിച്ച് നീ അവിടെ ഭിക്ഷയാചിക്കാൻ പോകുന്നു, സന്യാസം സ്വീകരിക്കാൻ പോകുന്നു, നീ ധ്യാനയോഗിയാവാൻ പോകുന്നു, നീ സന്യാസിയാകാൻ പോകുന്നു. ഇതൊന്നും അവിടെ പോയിട്ടൊന്നും നിനക്ക് യാതൊരു ശാന്തിയോ സമാധാനമോ കിട്ടില്ല. പാപമാണ് വരാൻ പോകുന്നത്. വീണ്ടും ജന്മം എടുക്കേണ്ടി വരും അർജുന. പക്ഷെ സ്വധർമാചരണത്തിൽ കൂടെ നിനക്ക് ആ പരമപദത്തെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം എന്താണെങ്കിൽ, എല്ലാ മാനവരും അവരുടെ സ്വധർമ്മമെല്ലാം നല്ല പോലെ അനുതിഷ്ഠന്തി, നല്ല പോലെ ആചരിച്ച് അനുഷ്ഠിച്ചു കഴിയുക. ഇപ്രകാരം സ്വധർമാചരണത്തിലൂടെ വലിയ വലിയ രാജാക്കന്മാര്, ജനകാദയ, ജനക മഹാരാജാവിനെ നിനക്കറിയില്ലേ അർജുന? സീതാദേവിയുടെ അച്ഛൻ ക്ഷത്രിയനാണ്. എന്നിട്ടും അദ്ദേഹം സ്വധർമ്മമെല്ലാം ആചരിച്ചുകൊണ്ട് പരമപദത്തെ പ്രാപിച്ചിട്ടുണ്ട്. അശ്വപതി, സത്യവാൻ സാവിത്രിയിലെ ആ സത്യവതിയുടെ അച്ഛൻ അശ്വപതി, അദ്ദേഹവും അംബരീഷ മഹാരാജാവും ഹരിശ്ചന്ദ്ര മഹാരാജാവും, എന്തിനു പറയുന്നു, നിന്റെ അച്ഛനായിട്ടുള്ള പാണ്ഡു മഹാരാജാവും ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നിന്ന് ക്രമേണ പരമപദത്തിലേക്കും പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നീയും ആചരിക്കൂ. കാരണം ക്ഷത്രിയന്മാരെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ അർജുനൻ കുറച്ചും കൂടി സ്വന്തം ജാതി, സ്വന്തം മതം, സ്വന്തം കുലം, കാരണം അർജുനൻ സ്വജന പക്ഷപാതക്കാരനാണ്. നമ്മൾ വിചാരിക്കും രാഷ്ട്രീയക്കാര് സ്വന്തം ആളുകളെ ഓഫീസുകളിലും ജോലിക്ക് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം കുത്തിത്തിരികുന്നു,
അതാണ് സ്വജനപക്ഷപാതം. പക്ഷെ ഇവിടെ സ്വന്തം ജാതിയിലെ, സ്വന്തം മതത്തിലെ, സ്വന്തം വർഗത്തിലെ അല്ലെങ്കിൽ സ്വന്തം വർണ്ണത്തിലുള്ള ക്ഷത്രിയന്മാരെ കുറിച്ചിട്ടും ഇവിടെ ദുഃഖിക്കുന്നു അർജുനൻ. എന്റെ കുലം, എന്റെ ആളുകൾ, എന്റെ മുത്തച്ഛൻ, എന്റെ ആചാര്യന്മാര്. അപ്പൊ അതും യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? സ്വജനപക്ഷപാതമാണ്. അപ്പൊ അതുകൊണ്ട് അർജുന, സ്വജനപക്ഷപാതത്തെ വിടൂ, മമത്വബോധത്തെ വിടൂ. എന്റേത് എന്നുള്ള ഒരു ധാരണയാണ് നിന്നെ വ്യാമോഹത്തിൽ എത്തിക്കുന്നത്. എവിടെയാണ് എന്റേത് എന്ന് വന്നു കഴിഞ്ഞാൽ ആ കർത്തൃത്വ അഭിമാനവും ഭോക്തൃത്വ അഭിമാനവും വരുന്നുവോ അന്ന് തന്നെ മനുഷ്യൻ നശിക്കുന്നു, നമ്മുടെ ശ്രേയസ് നശിക്കുന്നു. അതുകൊണ്ട് എന്റേത് എന്നല്ലാതെ ചിന്തിച്ചുകൊണ്ട് ഈശാവാസ്യമിതം സർവം, ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ മക്കളാണ് എല്ലാവരും, എനിക്കൊരു പ്രത്യേക നിയതകർമ്മം അനുഷ്ഠിച്ചു തന്നിട്ടുണ്ട്, ഒരു പ്രത്യേക ശരീരം തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ഞാൻ എന്റെ സ്വധർമ്മം ആചരിക്കും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് മമത്വബോധത്തെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് മനസ്സിനെയെല്ലാം നിയന്ത്രിച്ച് നീ നല്ലപോലെ സ്വധർമ്മം ആചരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോ ഇതെല്ലാം കേട്ട അർജുനൻ ചോദിച്ചു, അല്ലയോ ഭഗവാനെ, കേശവ, ഭഗവാനായിട്ടില്ല, 11-ാം അധ്യായത്തിലാണ് ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നത്. കേശവ, ഗോവിന്ദ, ജനാർദ്ദന, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആരാണ് എന്നെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഈ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും വളരെയധികം ബലം പ്രയോഗിച്ചുകൊണ്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കൂടി ബലാദിവ നിയോജയസി, ആരാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത് അർജുന, ഗോവിന്ദ, കേശവ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ആരുമല്ല, അതിന് ഉത്തരവാദി ഞാനല്ല, ഭൗതിക പ്രകൃതിയല്ല, പിന്നെ എന്താണ്? കാമമാണ് അർജുന. കാമവും അതിന്റെ മക്കളായിട്ടുള്ള ക്രോധവുമാണ്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം. പക്ഷെ ഇതിന്റെ എല്ലാം ആരംഭം എവിടെ നിന്നാണ്? കാമത്തിൽ നിന്ന്, ആഗ്രഹത്തിൽ നിന്ന്. ഒരു പുരുഷന് സ്ത്രീയോടോ സ്ത്രീക്ക് പുരുഷനോടോ തോന്നുന്ന ഒരു ആഗ്രഹമല്ല കാമം. അപ്രാപ്തസ്യ പ്രാപ്തസ്യ ഇതി ലക്ഷണ കാമഹ. ഇല്ലാത്തൊരു വസ്തുവിനോട് അടങ്ങാനാവാത്തൊരു പ്രേമം, ഇഷ്ടം തോന്നുക, അതാണ് കാമം. എല്ലാ വസ്തുക്കളോടും. നിങ്ങൾക്കൊരു കാറില്ല, കാറിനോട് ആഗ്രഹം തോന്നും, കാറ് വാങ്ങണം. നിങ്ങൾക്കൊരു വീടില്ല, വീട് വാങ്ങണം എന്നുള്ള ആഗ്രഹം. മൊബൈലില്ല, മൊബൈൽ വാങ്ങണം. ഇനി മൊബൈലുണ്ട്, ഞെക്കി കുത്തിപ്പൊട്ടിക്കുന്ന ഒരു സാധനമായിരിക്കും, മറ്റേ ചുണ്ണാമ്പ് തേക്കുന്ന സാധനമായിരിക്കില്ല, അപ്പൊ അത് വേണം എനിക്ക്. അപ്പൊ ഇല്ലാത്ത ഒരു മോഡലിനോട്, ഇനി ഒരു മോഡലുണ്ട്, അയ്യോ എനിക്ക് ആപ്പിള് വേണം, ഐഫോൺ വേണം. അങ്ങനെ ഇല്ലാത്ത ഒരു സാധനത്തിനോട്, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇല്ലാത്തൊരു മോഡലിനോട് അല്ലെ ഇല്ലാത്തൊരു സാധനത്തിനോട് തോന്നുന്ന ആ പ്രാപ്തി, അതിനെ പ്രാപ്തിയാക്കണം, അതെന്റെ കയ്യിലില്ല. ഇതിനെയാണ് കാമം എന്ന് പറയുന്നത് അർജുന. കാമമാണ്, കാമവും ക്രോധവുമാണ് നിന്റെ ശത്രുവായിട്ട്. അപ്പൊ അർജുനൻ ചോദിച്ചു, അല്ല ഭഗവാനെ, അല്ല ഗോവിന്ദ, ഈ കാമവും ക്രോധവും എവിടെയാണ് ഇരിക്കുന്നത്? ഈ ശത്രുക്കൾ ഇരിക്കുന്ന സ്ഥലം ഒന്ന് പറഞ്ഞു തരൂ. കാരണം ശത്രുക്കൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ബോംബിടാം, വെടിവെച്ച് കൊല്ലാം, അല്ല തുരത്തി ഓടിക്കാം. ഭഗവാൻ പറഞ്ഞു, ഞാൻ അവരുടെ പേര്, അഡ്രസ്, ഇരിക്കുന്ന സ്ഥലം, അവർ പോകുന്ന സമയം, വരുന്ന സമയം, അവരുടെ സുഹൃത്തുക്കള്, അവരുടെ വാട്സപ്പ് നമ്പർ, ഇമെയിൽ ID എല്ലാം നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അങ്ങനെയാണെങ്കിൽ നീ വേറെ ആളുകളെ വെച്ച് അവരെ വധിച്ചോളൂ, കൊന്നുകൊള്ളൂ, അങ്ങനെ നിനക്ക് പരമമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു പറഞ്ഞു. അർജുന, ഇതെല്ലാം ഇരിക്കുന്നത് ഇന്ദ്രിയങ്ങളിലാണ്, മനസ്സിലുമാണ്. കാമവും ക്രോധവും ഇരിക്കുന്നത് എവിടെയാണ്? ഇന്ദ്രിയങ്ങളില്, കർമ്മേന്ദ്രിയങ്ങളിൽ ഇരിക്കുന്നുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഇരിക്കുന്നുണ്ട്. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന മനസ്സാകുന്ന ഇന്ദ്രിയത്തിലും ഇത് ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ് നിന്റെ ശത്രുവായിട്ടുള്ള കാമത്തിന്റെ ഇരിപ്പിടം. അതുകൊണ്ട് അർജുന, ആ കാമത്തിന്റെ ഇരിപ്പിടങ്ങളില് അവൻ ഇരിക്കുന്നതിന് മുമ്പ് അവനെ അവിടെ നിന്ന് തിരത്തി ഓടിക്കൂ നിനക്ക്. എങ്ങനെ? ഈ ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്തുകൊണ്ട്, സ്വധർമാചരണം ചെയ്തുകൊണ്ട്, ഭഗവത് ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട്. അല്ലാതെ ആസക്തി, കാമത്തിനെ നമുക്ക് അടക്കി വെക്കാൻ സാധിക്കില്ല. അടക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ, അല്ലെ, കുറെ നേരം നിങ്ങൾ ഭക്ഷണം കഴിച്ചു, കുറെ ഭക്ഷണം കഴിച്ചു, അത് അടക്കി പിടിച്ചു, പുറത്തു പോയില്ലെങ്കിൽ, ആ ഭക്ഷണമെല്ലാം പുറത്തു പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുള്ള ദ്രാവകം, ജലം പുറത്തു പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അസ്വസ്ഥത വരും. അതുപോലെ അടക്കി വെച്ചത് കൊണ്ട് കാര്യമില്ല. അതിനെ ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ. ഭക്ഷണം കഴിക്കണോ? നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണോ? ഉണ്ടാക്കിക്കൊള്ളൂ. മറ്റുള്ള അതീന്ദ്രിയവാദികളും വേദാന്തികളും അല്ലെങ്കിൽ അവ്യക്തിഗതവാദികളും എല്ലാം അയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ പരിശുദ്ധ വൈഷ്ണവ ഭക്തന്മാരും മഹാത്മാക്കളും എല്ലാം എന്താ ചെയ്യുക? അവര് നല്ല ശുദ്ധമായിട്ടുള്ള ഭക്ഷണം, തനിക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് ഭഗവാന് നിവേദിച്ചിട്ട്
ഭഗവത് പ്രസാദമായിട്ട് നേരത്തെ പറഞ്ഞു യജ്ഞശിഷ്ടാശിനസന്തോ മുച്യന്തേ സർവകിൽപിഷൈഹി. യജ്ഞശിഷ്ടമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്ന സാധനം അത് ആ പ്രസാദമായിട്ട് സർവകിൽപിഷൈഹി, അല്ലെങ്കിലോ പജ്ജാമ്യന്നം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നിങ്ങൾ ഭോജനം ചെയ്ത് നിങ്ങൾ പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്? പാപിയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു, അത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കും കൊടുക്കുന്നില്ല, സുഹൃത്തുക്കൾക്കും കൊടുക്കുന്നില്ല, ഭഗവാനും കൊടുക്കുന്നില്ല, മറ്റു ദേവതകൾക്കും കൊടുക്കുന്നില്ല. അത് നിങ്ങൾ പാപത്തെയാണ് ഭുജിക്കുന്നത് അർജുന. അപ്പോ ആദ്യത്തെ ഭഗവാൻ നോക്കൂ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ്? ഭഗവാൻ അല്ലെ? നിനക്ക് മാത്രമല്ല എല്ലാവരെയും സമത്വ ഭാവത്തോട് കൂടിയിട്ട് കാണൂ. നീ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം മറ്റുള്ളവർക്കും കൊടുക്കൂ, നീ മറ്റുള്ളവരെയും സ്നേഹിക്കൂ എന്ന് പറയുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ്? നമ്മുടെ ഭഗവാൻ ഗോവിന്ദൻ. അപ്പൊ ലോകത്തിലുള്ള സർവ്വ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ വലിയ വലിയ ചെഗുവേര അല്ലെങ്കിൽ കാറൽ മാർക്സ് അല്ലെങ്കിൽ സ്റ്റാലിൻ അവരുടെ ചിത്രത്തിന്റെ കൂടെ ആരുടെ ചിത്രവും വെക്കണം? നമ്മുടെ ഗോവിന്ദന്റെ, നമ്മുടെ കൃഷ്ണന്റെ പടവും വെക്കണം. കാരണം ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മുടെ ഗോവിന്ദനാണ്. ലോകത്തിലെ ആദ്യത്തെ ഗീതാകാരൻ, ഗീതാ പ്രഭാഷണം നടത്തുന്നവൻ ആരാണ്? നമ്മുടെ ഭഗവാൻ ഗോവിന്ദൻ. ലോകത്തിലെ ആദ്യത്തെ ആധ്യാത്മിക ഗുരു കൃഷ്ണം വന്ദേ ജഗദ്ഗുരു, ജഗത്തിന്റെ ഗുരു ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് ആദ്യം. ആദ്യത്തെ കോൺഗ്രസ്സുകാരനും ആദ്യത്തെ BJP കാരനും ആദ്യത്തെ സംഘിയും എല്ലാം നമ്മുടെ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ബാക്കിയുള്ള സാധനത്തിന് എല്ലാം സെക്കൻഡ് എന്ന് പറയാം. ഫസ്റ്റ് ആരാണ്? ഭഗവാൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇങ്ങനെ എല്ലാ തരത്തിലും എല്ലാ രീതിയിലും മുമ്പിൽ നിന്നും പിന്നിൽ നിന്നും വശത്തു നിന്നും മുകളിൽ നിന്നെല്ലാം ഈ സ്വധർമ്മ ആചരണത്തെ നല്ലപോലെ വിശദമാക്കി ഉപന്യസിച്ച് അർജുനന് വിശദമാക്കി കൊടുത്തു. അതുകൊണ്ട് സ്വധർമാചരണം തന്നെയാണ് മുഖ്യം. സ്വധർമാചരണത്തിൽ കൂടെ അല്ലാതെ നിനക്ക് പരമപദ പ്രാപ്തി പ്രാപിക്കാൻ സാധിക്കില്ല. അർജുന, ജ്ഞാനയോഗവും ഭക്തിയോഗവും അതുപോലെ തന്നെ കർമ്മയോഗവും ഒന്ന് തന്നെയാണ്. അതായത് ഫലത്തില് മാത്രമാണ് ഇവയുടെ ഏകത്വം. അല്ലാതെ ഓരോ വ്യക്തിക്കും ഓരോ ആചരണ രീതിയിൽ കൂടെയാണ് പരമപദ പ്രാപ്തിയിലെത്തുന്നത്. യോഗി വേറെ രീതിയിലായിരിക്കും, ഭക്തൻ വേറെ രീതിയിലായിരിക്കും, ജ്ഞാനയോഗി വേറെ രീതിയിലായിരിക്കും, സാഖ്യായോഗി വേറെ രീതിയിലായിരിക്കും, കർമ്മയോഗി വേറെ രീതിയിലായിരിക്കും. പക്ഷെ സർവനദികളും സമുദ്രത്തിൽ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അതുപോലെ ഈ എല്ലാ യോഗികളും അവരുടെ രീതിയിൽ നിന്നുകൊണ്ട് പലരും പലതരത്തിലാണ്. അതുകൊണ്ട് സാഖ്യായോഗികള് ജ്ഞാനയോഗത്തിൽ കൂടെ പരമപദത്തെ പ്രാപിക്കുന്നു. നിന്നെ പോലെയുള്ള ആളുകൾ സ്വധർമാചരണത്തിലൂടെ പ്രാപിക്കുന്നു. ഭക്തിയോഗികള് ഭക്തി നല്ല പോലെ ആചരിച്ച് ഭഗവത് ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് അവരും പരമപദത്തെ പ്രാപിക്കുന്നു. പക്ഷെ നിനക്ക് ഇപ്പോൾ വേണ്ടത് സ്വധർമാചരണമാണ്. നിനക്ക് ആ വിരക്തി പ്രാപിക്കാനുള്ള സമയമായിട്ടില്ല, നിനക്ക് ആ ഭക്തി യോഗത്തിലെത്താനുള്ള സമയമായിട്ടില്ല, നിനക്ക് ആ ജ്ഞാന യോഗത്തിലെത്താനുള്ള സമയമായിട്ടില്ല അർജുന. കർമ്മയോഗമാണ് നിന്നെ സംബന്ധിച്ച് ഇപ്പോൾ ശ്രേയസ്കരം. അതുകൊണ്ടാണ് കർമ്മം ചെയ്യാൻ പ്രേരിക്കുന്നത്. അല്ലാതെ ജ്ഞാനയോഗം ചെറുതാണെന്നോ അല്ലെങ്കിൽ ഭക്തിയോഗം ചെറുതാണെന്നോ അല്ലെങ്കിൽ അത് ശ്രേഷ്ഠമാണെന്നോ ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിന്നെ സംബന്ധിച്ച് ഇതാണ് ഇപ്പോൾ മുഖ്യം. ഫലത്തിന്റെ ഏകത്വം കൊണ്ട് നിനക്ക് അതിനെയും അതിക്രമിക്കുവാനായിട്ട് സാധിക്കും. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു കുട്ടി എന്നോട് വന്ന് ചോദിക്കാം, പ്രഭു ഞാനിപ്പോ PhDക്ക് ചേരട്ടെ അല്ലെങ്കിൽ MPhilന് ചേരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും? അല്ല ഉണ്ണി, നിനക്കിപ്പോ ഹയർ സെക്കൻഡറി +1 +2 ആണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നീ പതുക്കെ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്തോളൂ. കാരണം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തന്നെ ബുദ്ധി ഉറച്ചിട്ടില്ല. ബുദ്ധി ഉറക്കുന്നത് വരയ്ക്കും നീ പടിപടിയായിട്ട് വേണം അതിലേക്ക് എത്തിച്ചേരുവാൻ. പക്ഷെ അത് ശ്രേഷ്ഠമല്ല എന്നല്ല അതിന്റെ അർത്ഥം. ശ്രേഷ്ഠമാണ്, പക്ഷെ നിനക്ക് അതിനുള്ള യോഗ്യത ആയിട്ടില്ല. അതുപോലെ നിനക്ക് ആ ജ്ഞാനയോഗത്തിലേക്കും സാഖ്യായോഗത്തിലേക്കും എത്താനുള്ള യോഗ്യത വന്നിട്ടില്ല അർജുന. നിന്നെ സംബന്ധിച്ച് നിന്റെ ആഗ്രഹങ്ങള്, നിന്റെ രജോ ഗുണത്തിലുള്ള ആസക്തി നിന്റെ മനസ്സിലുണ്ട്. യുദ്ധം ചെയ്യണം. അതുകൊണ്ടാണല്ലോ നീ പടച്ചട്ടയെല്ലാം അണിഞ്ഞ് ഞാണെല്ലാം കെട്ടി എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളെ കാണട്ടെ ഗോവിന്ദ, ആ 2 സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോയി നിർത്തൂ എന്ന് അല്പം മുമ്പ് പറഞ്ഞത്. അതുകൊണ്ട് ആസക്തിയുണ്ട് അർജുനൻ യുദ്ധം ചെയ്യാനായിട്ട്. ആ ആസക്തി മാറാതെ, ആ കാമങ്ങളെല്ലാം ഉപേക്ഷിക്കാതെ ഒരിക്കലും നൈഷ്കർമ്മ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. അത് മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് വലിയ രൂപത്തില് പുകഞ്ഞ് ദുർഗന്ധമെല്ലാം വന്ന് നമ്മുടെ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും എല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് അർജുന, നീ ആ സ്വധർമ്മമെല്ലാം നല്ല പോലെ ആചരിച്ച് അനുഷ്ഠിച്ചുകൊണ്ട്
പതുക്കെ പതുക്കെ ആ പരമപദത്തില് എത്തുവാനായിട്ട് സാധിക്കൂ. അജ്ഞാനമാണ് നിന്നെ ജ്ഞാനത്തിൽ നിന്ന് മറയ്ക്കുന്നത്. നീ സത്താണ്, ചിത്താണ്, ആനന്ദ സ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. കാരണം സച്ചിദാനന്ദ സ്വരൂപനും പരമദിവ്യോത്തമ പുരുഷനുമായിട്ടുള്ള എന്റെ അംശമാണ് നീ, വിഭിന്നാംശമാണ് നീ. എല്ലാ ജീവസത്തുകളിലും ജ്ഞാനം, അല്ലെ, അശാശ്വതത്വം, ആനന്ദത്വം എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ അജ്ഞാനം കൊണ്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കില്ല. സത്വഗുണപ്രധാനികളില് ഇത് അഗ്നിയെ പുക മൂടിയിരിക്കുന്നത് പോലെയാണ്. രജോ ഗുണ സ്വഭാവികളിലാകട്ടെ ഇത് കണ്ണാടിയെ മാലിന്യം മൂടിയിരിക്കുന്ന പോലെയാണ്. തമോ ഗുണപ്രധാനികളിലാകട്ടെ ഇത് ഗർഭാശയ ശിശുവിനെ അതിന്റെ ആ മറുപിള്ള പൊതിഞ്ഞിരിക്കുന്ന പോലെയാണ്. എന്താണ് ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നോക്കാം. ഇവിടെ സത്വഗുണപ്രധാനികളില് ധൂമേന ആവ്രിയതേ വഗ്നിഹി, എങ്ങനെയാണ് അഗ്നി പുകയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പുക മാറാനായിട്ട് നമുക്ക് വലിയ പ്രയത്നമൊന്നും വേണ്ട. വാതിലും ജനലും തുറന്നിടുക, ഒന്ന് വീശി കൊടുക്കുക, പേപ്പറോ മുറമോ അല്ലെങ്കിൽ കുഴലോ ഉപയോഗിച്ച് ഊതി കൊടുക്കുക, ഫാൻ ഓൺ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ആ പുക മാറിയിട്ട് അഗ്നി ആളിക്കത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയാണ് സത്വഗുണപ്രധാനികളിൽ. അവർക്ക് വലിയ പ്രയത്നമൊന്നും വേണ്ട. സത്സംഗത്തിൽ 3-4 പ്രാവശ്യം വരിക, ആചാര്യന്മാർ പറയുന്നത് കേൾക്കുക, ഉടനെ തന്നെ അവർ സ്വയം തന്നെ ചെയ്യുവാനായിട്ട് ആരംഭിക്കും. നമ്മൾ അധികം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ രജോ ഗുണപ്രധാനികളിലാകട്ടെ ഇത് നാം മുഖം നോക്കുന്ന കണ്ണാടിയില് മാലിന്യം വന്ന പോലെയാണ്. പലരുടെയും വീടുകളിലെ ആ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ, ഡ്രസ്സിംഗ് റൂമിലുള്ളത് ബാത്റൂമിലുള്ള കണ്ണാടിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അല്ലെ? അതിൽ എണ്ണമെഴുക്ക്, ഒട്ടിക്കുന്ന പൊട്ട്, പൗഡർ, ലിപ്സ്റ്റിക്ക്, അത് ഇത് കാണാൻ തന്നെ സാധിക്കില്ല. നമ്മുടെ മുഖം കാണാൻ തന്നെ സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് പതുക്കെ ആ സോപ്പ് ഉപയോഗിച്ച് ആദ്യം ഒന്ന് വൃത്തിയാക്കുക, വീണ്ടും ശുദ്ധജലം ഉപയോഗിച്ചൊന്ന് കഴുകി തുടയ്ക്കുക. കുറച്ച് പ്രയത്നം ആവശ്യമാണ്. നേരത്തെ ചെയ്ത പോലെ വാതിലും ജനലും തുറന്നിട്ടാ മതിയോ? ഫാൻ ഓൺ ചെയ്താൽ മതിയോ? വീശി കൊടുത്താൽ മതിയോ? ഇല്ല, കുറച്ച് പ്രയത്നം ആവശ്യമാണ്. അതുപോലെ രജോ ഗുണപ്രധാനികളിലുള്ള അല്ലെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കാത്ത, ഭഗവാനെ മനസ്സിലാക്കാത്ത, അജ്ഞാനം കട്ടിയുള്ളതായിട്ടുള്ള ആളുകള് നിങ്ങൾക്ക് തന്നെ തോന്നുന്നെങ്കിൽ മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരെ എല്ലാം ശരണം പ്രാപിച്ച്, ഭഗവാനെ ശരണം പ്രാപിച്ച്, ആധ്യാത്മിക ഗ്രന്ഥത്തെ ശരണം പ്രാപിച്ച് ജപം, ധ്യാനം തുടങ്ങിയിട്ടുള്ള മറ്റുള്ള നവതാഭക്തിയുത സേവനമെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് പതുക്കെ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും എല്ലാം ശുദ്ധീകരിക്കണം. ശുദ്ധീകരണ പ്രക്രിയ നടത്തണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ അജ്ഞാനത്തെ മാറ്റാൻ കഴിയൂ. ഇനി മൂന്നാമത്തെ തലം കുറച്ചും കൂടി കട്ടിയുള്ളതാണ്. ഗർഭാശയ ശിശുവിനെ, അഗർഭസ്ഥനായിട്ടുള്ള ശിശുവിനെ എങ്ങനെയാണ് അമ്മറിപ്പിള്ള പൊതിഞ്ഞിരിക്കുന്നത്, അല്ലെ, ഫെറ്റസിന്. അപ്പൊ അത് നേരത്തെ വാതിലും ജനലും തുറന്നിട്ടത് കൊണ്ടോ, ഫാൻ ഓൺ ചെയ്തുകൊണ്ടോ, വീശി കൊടുത്തത് കൊണ്ടോ, സോപ്പും ഉപയോഗിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള കീടനാശിനികൾ ഉപയോഗിച്ചത് കൊണ്ടോ ഒക്കെ വല്ല കാര്യമുണ്ടോ? ഇല്ല. അതിന് ശരിക്കും ആധ്യാത്മിക ആചാര്യൻ, അതായത് നല്ല ശിക്ഷണമുള്ള ഒരു മിഡ്വൈഫോ അല്ലെങ്കിൽ സൂതികർമ്മിണിയോ പേറ്റിച്ചിയോ ഡോക്ടറോ നേഴ്സോ ആരെങ്കിലും വേണം. ശരിയല്ലേ? ഗൈനക്കോളജിസ്റ്റ് വേണം. അതുപോലെ നല്ല മാർഗദർശികളുടെ അടുത്ത് പോയിട്ട് അവർ ശരണം പ്രാപിച്ചാൽ മാത്രമേ അവർക്ക് അജ്ഞാനത്തെ പൂർണ്ണമായിട്ടും നീക്കിയിട്ട് ജ്ഞാനത്തെ സ്വീകരിക്കാൻ കഴിയൂ. അവർക്ക് കുറച്ച് പ്രയാസമാണ്. അവർ പെട്ടെന്ന് ഓടിപ്പോവാൻ പാടില്ല. കാരണം കട്ടി ഭയങ്കരമാണ്. അജ്ഞാനത്തിന്റെ കട്ടി വളരെ വലുതാണ്. അത് നല്ലപോലെ കീറിയിട്ട് വേണം കുട്ടിയെ പുറത്തെടുക്കുവാനായിട്ട്. അതുപോലെ ഈ തമോ ഗുണപ്രധാനികള് സത്സംഗത്തിലെല്ലാം ഉറച്ചു നിന്ന്, അല്ലാതെ 6 മാസമായല്ലോ, എനിക്ക് ജപിക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ, എന്നെ ആരും അംഗീകരിക്കണില്ലല്ലോ, എനിക്ക് ദീക്ഷ കിട്ടണില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. പലരുടെയും സ്ഥിതി അതാണ്. 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും ദീക്ഷ കിട്ടുന്ന ആൾക്കാർക്ക്, അല്ലെ, അവർക്ക് കൊടുത്തുല്ലോ, എനിക്ക് എന്താ കിട്ടാത്തത് പ്രഭു, എന്നോട് എന്താ ഇത്ര അകലച്ച, ഞാൻ പൈസ തരാത്തത് കൊണ്ടാണോ, ഞാൻ സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ആയിട്ടില്ല. ഗുരുകൃപയും ഭഗവാന്റെ കൃപയും ആവാനുള്ള സമയമായിട്ടില്ല. ഉറച്ചു നിൽക്കുക. അജിരേണാധികച്ചതേ, താമസം വിന, അധികം കാലം കഴിയാതെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളും എന്ന് വിചാരിക്കണം. ഇങ്ങനെ ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും യജ്ഞഭാവത്തോട് കൂടിയിട്ട് സ്വധർമ്മമായിട്ട് ആചരിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ പരമപദത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അർജുന, ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുക, മനസ്സിനെയും നിയന്ത്രിക്കുക, എല്ലാം ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുക, സ്വധർമ്മം ആചരിക്കൂ, എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ, നീയെ ശ്രേയസിനെ നേടൂ എന്ന് പറഞ്ഞുകൊണ്ട് 43 ശ്ലോകങ്ങളുള്ള ഈ കർമ്മയോഗം എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഭഗവാൻ ഉപസംഹരിച്ചതായിട്ടുള്ള ഈ വേദാന്ത സൂത്രമായിട്ടുള്ള
3-ാം അധ്യായം ഉപസംഹരിച്ചു. ഓം തത്സത്. ഇത് ശ്രീ മഹാഭാരതേ ശതസാഹിസ്രം സംഹിതായാം വയ്യാംസിക്യാം ഭീഷ്മപർവണി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായഃ. ഓം ശാന്തി ശാന്തി ശാന്തി. തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3-4 ക്ലാസ്സുകളിൽ വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ സമയം കാരണം വെറും അത് 1 മണിക്കൂർ കൊണ്ട് ഉപസംഹരിച്ചു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ന്യൂനതകൾ ഉണ്ടായിരിക്കും. എല്ലാവരും വായിക്കുക. വെറും 43 ശ്ലോകങ്ങളുള്ളൂ. 10 മിനിറ്റ്. ഒരു 10 പ്രാവശ്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ വെള്ളം പോലെയാവും. ഏറ്റവും രസകരമായിട്ടുള്ള 1728 ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ലളിതമാണ്, സുഖമാണ്, ഏത് പോലീസുകാരനും മനസ്സിലാവാൻ പറ്റുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. എല്ലാവരും അതിനെ ശരണം പ്രാപിക്കുക. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. ഒരു ഗ്രന്ഥം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചതിന് തുല്യമായി. ഹരേ കൃഷ്ണ. 5 മിനിറ്റ് ഉണ്ട്. നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഗുണകരമായതും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതും മാത്രമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഹരേ കൃഷ്ണ.